ഹായ്, കൽക്കി റിട്ടൺ ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. പുരാണത്തിനെയും സയൻസ് ഫിക്ഷനെയും നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തുണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണിത്. എനിക്ക് പുരാണ കഥകളിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും എനിക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും എനിക്കൊരു ഹോളിവുഡിലെ ഈ ഫാൻറ്റസി പടങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഫീലാണ് ഈ സിനിമ ഞാൻ കണ്ടത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ, കമലഹാസൻ, വിജയ് ദേവരക്കൊണ്ട, പ്രഭാസ്, ദീപിക പദുകോൺ, ശോഭന, അനാബെൻ, ദുൽഖർ സൽമാൻ, അങ്ങനെ പിന്നെ ഡയറക്ടർ രാജമൗലി, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഈ പറയുന്ന ഈ കഥ നടക്കുന്ന യൂണിവേഴ്സ് പരിചയപ്പെടുത്തലായിരുന്നു. രണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു കോംപ്ലക്സും പിന്നെ ഒരു ശംഭോഗ, അങ്ങനത്തെ ഒരു യൂണിവേഴ്സ്. ഈ രണ്ട് യൂണിവേഴ്സ് പരിചയപ്പെടുത്തുക, ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെയാണ് ഫസ്റ്റ് ഹാഫ്, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഈ പ്രഭാസിൻ്റെ ഭൈരവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അയാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അയാളുടെ സ്ക്രീനിൽ വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ബോറിംഗ് ആയിരുന്നു പ്രഭാസിൻ്റെ ഭാഗമൊക്കെ. പക്ഷേ അമിതാഭ് ബച്ചനെ കാണിക്കുന്ന സീനൊക്കെ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. അമിതാഭ് ബച്ചൻ്റെ ഇൻട്രോ ആണെങ്കിലും അമിതാഭ് ബച്ചൻ്റെ ഫൈറ്റ് ആണെങ്കിലും അതൊക്കെ നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു ആ ഒരു ഭാഗം. പിന്നെ കമലഹാസൻ്റെ റോള് സുപ്രീം എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, സുപ്രീം ലീഡർ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമാണ്. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഡെന്നിസ് വില്ലിനോവിൻ്റെ ഡ്യൂൺ സിനിമയിലെ വില്ലനില്ലേ, മോട്ടത്തലൻ, ഇങ്ങനെ എയർലിങ് ഇങ്ങനെ വരുന്നൊരു ചേട്ടനില്ലേ, ആ ഒരു കഥാപാത്രത്തിൻ്റെ ചെറിയൊരു ഛായാകാശൽ പോലെ തോന്നി. ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയിരിക്കാം, ഇൻസ്പയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങമാതിരി ക്യാരക്ടറാണ് ഡ്യൂണിലത്തെ വില്ലൻ എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എക്സാക്ട്ലി അതേപോലെ തന്നെ തോന്നി. ദുൽഖർ സൽമാനൊക്കെ ചെറിയ റോളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാനെക്കാട്ടിലും കുറച്ചുകൂടി ലെങ്ത്തുള്ള റോളായിരുന്നു അന്നാബിനിൻ്റേത്. പിന്നെ ബാക്കി എല്ലാവരും ഫുൾ ലെങ്ത്തിൽ തന്നെ സിനിമയിലുണ്ട്. പിന്നെ പശുപതി, തമിഴ് ആക്ടർ പശുപതിയും ഒരു പ്രധാനപ്പെട്ട റോളിൽ ഈ സിനിമയിൽ വരുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ലാഗൊക്കെ ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് എടുക്കുന്ന ഭാഗം, ക്ലൈമാക്സിലത്തെ ഫൈറ്റ്, ഈ ഭൈരവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ റിവീൽ ചെയ്യുന്നതൊക്കെ അടിപൊളി. അതായത് അവസാനത്തെ ഒരു സാധനം കൂടി വരാനുണ്ട്, സസ്പെൻസ് പോലത്തെ ഒരു സാധനം വരാനുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഫാൻറ്റസി പടങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി അതുപോലെ തന്നെ ഈ വെപ്പൺസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി കൺവിൻസിങ് ആയിരിക്കും, നമുക്കും അത് ഫീൽ ചെയ്യും. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഈ തെർമോക്കോളെല്ലാം കൊണ്ടുണ്ടാക്കിയ പോലത്തെ വെപ്പൺസ് നമുക്ക് അതായത് നമ്മുടെ ഒരു സാധനം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല, എന്തോ ഒരു ഓല PPL ഇങ്ങനെ എടുത്ത് പിടിക്കുന്ന പോലെയാണ് ഇതിൻ്റെ വെപ്പൺസൊക്കെ എടുത്ത് പിടിച്ചിട്ടുള്ളത്. ആ ഒരു പോരായ്മ എനിക്ക് തുടക്കം മുതലേ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ലാഗാണ് കേട്ടോ, അത് ഞാൻ ആദ്യമേ പറയാം. ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിൽ പ്രഭാസിനെ കാണിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം വലിച്ച് നീട്ടൽ പോലെ എനിക്ക് തോന്നി. ഓക്കെ, അത് ആ ക്യാരക്ടറും പറയുന്നുണ്ട് വല്ലാണ്ട് ലാഗാവുന്നുണ്ടെന്ന്, പക്ഷേ ശരിക്കും അത് നല്ലോണം ലാഗാവുന്നുണ്ട്. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത്. ഏകദേശം 3 മണിക്കൂറുണ്ട് ഈ സിനിമ. 600 കോടി മറ്റാണ് ഈ പടത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഉണ്ട്. പിന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ മ്യൂസിക്കാണ്. സന്തോഷ് നാരായണനാണ് പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ ആർട്ട് വർക്ക്, VFXും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിലൊന്നും ഒരു കുറ്റവും പറയാനില്ല. പ്രത്യേകിച്ച് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ വെഹിക്കിൾസും എയറിലാണ്. പിന്നെ ഗ്രൗണ്ടിൽ കൂടി പോകുന്ന വെഹിക്കിൾസ് വളരെ കുറവായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ പുരാണം ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ മഹാഭാരത യുദ്ധവും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് ചെയ്തു വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ CGI വർക്കും അതുപോലെ തന്നെ VFXും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ക്ലൈമാക്സിന് വരുന്നുണ്ട്, ആ ഭാഗവും നല്ല ഗംഭീരമായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. അതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഫൈറ്റൊക്കെ വെരി പൂർ എന്ന് പറയേണ്ടി വരും. പക്ഷേ അമിതാഭ് ബച്ചൻ്റെ ഭാഗമൊക്കെ നല്ല കിടിലായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു. കമലഹാസൻ അങ്ങനെ മെയിൻ വില്ലനാണ്, പക്ഷേ ആ കഥാപാത്രത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്ന സമയത്ത് കുറച്ചുകൂടി ആ കഥാപാത്രത്തിന് ചെയ്യാനുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പടം കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഫാൻറ്റസി പടമൊക്കെ കാണുന്ന പോലെ, നമ്മൾ ഹോളിവുഡിലൊക്കെ ഈ ഫാൻറ്റസി പടങ്ങളൊക്കെ കാണൂലേ, അതുപോലെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു പടമാണിത്, കൽക്കി. ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം പുരാണവും അതേപോലെ തന്നെ സയൻസ് ഫിക്ഷനും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലെൻഡ് അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാം, നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്തു, ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായിരുന്നു. അപ്പോൾ ഇതാണ് കൽക്കി.